ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. ഞങ്ങളൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കണത്. ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു യൂട്യൂബൊക്കെ ഇതാക്കണത്. അപ്പോൾ ഇന്ന് പൗഡർ ഇട്ടിട്ട് ഒരു കാര്യമില്ല, ഭംഗിയൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ഇന്ന് പൗഡർ ഇട്ടു, കുറേ പൂശി വെളുക്കാൻ തുടങ്ങി. മുടി ചീന്തിയപ്പോൾ മുടി നേരെ നിൽക്കണില്ല. അയ്യോ, അപ്പം എനിക്ക് ദേഷ്യം വന്നു. അപ്പം ഞാൻ മുടി അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയപ്പോഴേ എനിക്ക് അങ്ങനെ ചെയ്യണത് ഭയങ്കര ഇഷ്ടാട്ടോ. മുടി കണ്ട അങ്ങോട്ടും ഇങ്ങോട്ടിയാക്കുമ്പോൾ അതേ ഇളകുന്നു, അതെനിക്കിഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ സെൻ്റൊക്കെ അടിക്കാൻ തുടങ്ങി. അപ്പുറത്ത് ഇരുന്നിട്ട് എൻ്റെ ചേച്ചി അവിടെ എന്തൊക്കെയൊക്കെയോ പൊറുക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ പോവാട്ടോ. നടന്ന് എൻ്റെ കാല് വേദന എടുക്കാൻ തുടങ്ങി. അപ്പം ഞങ്ങളൊരു ഓട്ടോ വിളിച്ചു പോയി. പോണ പോക്കിൽ നല്ല രസം കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു റെഡ് കാറ് മുമ്പിൽ പോകുന്നുണ്ട്. ഞങ്ങൾ അമ്പലത്തിലെത്തിയിട്ടോ. അമ്പലത്തിൽ തിരക്ക് കുറവാട്ടോ. അപ്പം എൻ്റെ മാമ്മമാരും ഉണ്ട്. ഞാൻ ഉണ്ടിയ പണിയിൽ പൈസ ഇട്ടിട്ട് ഞാൻ അങ്ങോട്ട് വന്നു. അമ്മേൻ്റെ കയ്യിൽ നിന്നും പൈസ വാങ്ങി. അമ്പലത്തിൻ്റെ അവിടെ പോയി ചുറ്റി നടക്കണ്ട്. ഞാൻ നടന്ന് എൻ്റെ കാല് വയ്യാണ്ടായി. അപ്പോൾ നടക്കണ ഞാൻ നടന്നതാ കൈ പൊക്കണണ്ട. ഏതോ ഒരു വലിയൊരു ദൈവമാണ്. എനിക്ക് ഈ ഇതിൻ്റെ പേരൊന്നും അറിയില്ല. ആരൊക്കെ എന്നെ പിടിച്ച് തള്ളുണ്ട്, എനിക്കൊന്നും അറിയണില്ല. ഞാൻ പിന്നെ അവിടെ നിന്ന് നോക്കിയിട്ട് തിരക്ക് കണ്ട. കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര തിരക്ക്. കണ്ട, ഞാൻ അവിടെ എന്താ കൂട്ടം നോക്കിയപ്പോൾ ഫുള്ള് അവിടെ ഫുഡ് കൊടുക്കുന്നു. അപ്പം ഞാനൊന്നും നോക്കിയില്ല, ഞാനും അവിടെ കയറി ഫുഡ് വാങ്ങി. കണ്ട തിരക്ക് കണ്ട. ഞാൻ ഈ ഇടയിൽ കൂടെ കയറി ഞാൻ ഫുഡ് വാങ്ങിയതേ. ഫുഡ് കഴിക്കട്ടോ ഞാൻ. കണ്ട എനിക്ക് ഇതിലത്തെ പൊങ്കൽ മാത്രമേ ഇഷ്ടമുള്ളൂ. ബാക്കിയുള്ള ഞാൻ അമ്മയ്ക്ക് കൊടുത്തു. കണ്ട തിന്നണ്ട കണ്ട. സൂപ്പറാ. ഒരു വലിയൊരു ഗോപിയൊക്കെ വരച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ. ഞാൻ പിന്നെ അവിടെ കാല് കടന്നപ്പോൾ ഞാൻ അവിടെ ഇരുന്നു. ഒരു സ്ഥിതിയും ചെയ്തിരിക്കുന്നുണ്ട്. എൻ്റെ മാമൻ്റെ ഒപ്പം ഞാനിരിക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെയാണ് ശിവൻ്റെ അമ്പലം. അവിടെ ശിവ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ കോയമ്പത്തൂർക്ക് വരുന്ന വഴിക്ക് നേരെ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഞങ്ങളവിടെ പായസം കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും ഇടയിൽ കയറാൻ നോക്കിയിട്ടാ. അപ്പോൾ പായസം ഒന്നും കിട്ടിയില്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ വേറെ സ്ഥലത്തേക്ക് പോയി. അപ്പോൾ ഞാനും കിട്ടി. അപ്പോൾ ഞാൻ വീണ്ടും ഒന്നുകൂടി ഇടയിൽ കയറാൻ നിന്നപ്പോൾ